ചില സമയങ്ങളിൽ ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് മറ്റുള്ളവരെക്കുറിച്ച് ആലോചിച്ച് പകുതി ജീവിതവും പാഴാക്കുന്നതാണ്. ആരാണ് നല്ലവൻ, ആരാണ് ചീത്തയായാൽ, ആരെനിക്കെന്ത് ചെയ്തു, ആരെനിക്കെതിരെ എന്ത് പറഞ്ഞു? ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ സാവധാനം കാർന്നു തിന്നും. ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ, നമ്മൾ ആർക്കു വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്നത്, അവർ നമ്മളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല എന്നതാണ്. സത്യം എന്തെന്നാൽ, ഈ ലോകത്ത് എപ്പോഴും മോശം ആളുകളുണ്ടാകും. ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കും, ആരെങ്കിലും നിങ്ങളുടെ പുറകിൽ കുത്തും, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കും. പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ്: അവരുടെ തിന്മയുടെ ഭാരം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ചുമക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റൊരാളുടെ പെരുമാറ്റം അവരുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ ഏത് ദിശയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവർ മോശക്കാരാണെങ്കിൽ അത് അവരുടെ കഥയാണ്. നിങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നു, അത് നിങ്ങളുടെ കഥയാണ്. മറ്റുള്ളവരിൽ തെറ്റുകൾ കണ്ടുപിടിച്ച് അവരുടെ പാപങ്ങൾ എണ്ണിക്കൊണ്ട് നിങ്ങളുടെ ഊർജം ചിലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക പോലുമില്ല. ഇതാണ് ജീവിതത്തിൻ്റെ സാരം. മറ്റുള്ളവരുടെ നിഴലിൽ ജീവിക്കരുത്, നിങ്ങളുടെ സ്വന്തം വെളിച്ചത്തിൽ ജീവിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ തെരുവിലൂടെ നടന്നു പോകുകയാണ്. ഒരാൾ വരുന്നു. അയാളുടെ കയ്യിൽ ചെളി നിറഞ്ഞ ഒരു ബക്കറ്റുണ്ട്. പെട്ടെന്ന് അയാൾ ആ ബക്കറ്റ് കമഴ്ത്തി ആ ചെളി മുഴുവൻ നിങ്ങളുടെ മേലൊഴിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ രണ്ട് വഴികളുണ്ട്. ഒന്ന്, നിങ്ങൾ അവിടെ നിന്ന് അയാൾ എന്തിന് എന്നോട് ഇങ്ങനെ ചെയ്തു, എന്തിന് എന്നെ അഴുക്കാക്കി എന്ന് അലറി വിളിക്കുന്നു. ദിവസം മുഴുവൻ ആ ആശയക്കുഴപ്പത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ കുളിച്ച് വസ്ത്രം മാറി നിങ്ങളുടെ യാത്ര തുടരുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്: ഏതാണ് ബുദ്ധിപരമായ കാര്യം? ആദ്യത്തെ വഴിയോ അതോ രണ്ടാമത്തെ വഴിയോ? എന്നാൽ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യത്തെ പാതയാണ് തിരഞ്ഞെടുക്കുന്നത്. ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ, നമ്മളെ ചതിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ അപമാനിച്ചാൽ, നമ്മൾ ആ ചെളിയിൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, എന്തിന് വർഷങ്ങളോളം പോലും മുങ്ങിക്കിടക്കും. ക്രമേണ ആ ചെളി നമ്മുടെ ചിന്തകളെ കാർന്ന് തിന്നുകയും നമ്മുടെ മുഖത്തെ പ്രകാശം കവർന്നെടുക്കുകയും ഉള്ളിൽ നിന്ന് നമ്മളെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിലുള്ള ആൾ മോശക്കാരനാണ്. അത് അയാളുടെ സത്യമാണ്. എന്നാൽ നിങ്ങൾ അയാളുടെ തിന്മയെ മുറുകെ പിടിച്ച് അത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇത് നിങ്ങളുടെ വിഡ്ഢിത്തമാണ്. ഓർക്കുക, ആര് നിങ്ങളെ വേദനിപ്പിച്ചു എന്നത് പ്രധാനമല്ല. ആ മുറിവിനെ എത്ര വലുതാകാൻ നിങ്ങൾ അനുവദിച്ചു എന്നതാണ് പ്രധാനം. ഇനി ഇത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കൂ. മറ്റുള്ളവരിലെ മോശം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ സമയമെല്ലാം ആ വ്യക്തിയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങൾ മറന്നു പോകുന്നു. നിങ്ങളുടെ യഥാർത്ഥ യാത്ര അവിടെ നിൽക്കുന്നു. ഇത് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു പട്ടി കുരയ്ക്കാൻ തുടങ്ങുന്നത് പോലെയാണ്. നിങ്ങൾ അവിടെ നിന്ന് ആ പട്ടിയുമായി വഴക്കിടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എപ്പോൾ എത്തും? ലക്ഷ്യം എപ്പോഴും അകലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് തെറ്റായി സംസാരിച്ചാൽ, നിങ്ങളെ ചതിച്ചാൽ, അത് അവരുടെ രോഗമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ നിങ്ങളതിൽ ശ്രദ്ധ കൊടുത്ത് നിങ്ങൾക്കുള്ളിൽ ദേഷ്യവും അസൂയയും വെറുപ്പുമുണ്ടാക്കിയാൽ ആ രോഗം ഇപ്പോൾ നിങ്ങളുടേതുമായി മാറി. തിന്മയ്ക്ക് ഒരിക്കലും നമുക്ക് പുറത്തു നിന്ന് ദോഷം ചെയ്യാൻ കഴിയില്ല. നമ്മൾ അതിന് ഉള്ളിൽ ഇടം കൊടുക്കുമ്പോൾ മാത്രമാണ് അത് വിഷമായി മാറുന്നത്. ഇല്ലെങ്കിൽ അത് കാറ്റിൽ അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു ജ്ഞാനി മറ്റുള്ളവരുടെ മോശം കാര്യങ്ങളിൽ കുടുങ്ങാതെ സ്വന്തം നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ചെറിയ ജീവിതത്തിൽ എനിക്ക് എൻ്റെ പൂവിനെ വിരിയിക്കണം, എനിക്ക് എൻ്റെ സുഗന്ധം പരത്തണം,
ഞാൻ മറ്റുള്ളവരുടെ അഴുക്കുകളിൽ കുടുങ്ങിയാൽ എൻ്റെ സ്വന്തം ഭംഗി നശിച്ചു പോകുമെന്ന് അവൻ അറിയുന്നു. ഓർക്കുക, നിങ്ങൾക്ക് 2 വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ മറ്റുള്ളവരുടെ തിന്മയെ മുറുകെ പിടിച്ച് നിങ്ങളുടെ ആത്മാവിനെ ഭാരപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ആ തിന്മയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവിനെ പ്രകാശമുള്ളതായും സ്വതന്ത്രമായും വെക്കുന്നു. നിങ്ങൾ ഭാരമില്ലാതെ ജീവിക്കുമ്പോഴാണ് ജീവിതം സന്തോഷകരമാകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഭാരം ചുമന്ന് ഒരിക്കലും ജീവിക്കാൻ കഴിയാതെ മരിച്ചു പോകും. ഒന്ന് നിൽക്കൂ, നിങ്ങളോട് തന്നെ ചോദിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണ്? പണം, വീട്, ബന്ധങ്ങൾ, പേര്, പ്രശസ്തി ഇതൊന്നുമല്ല. ഇവയൊന്നും ശാശ്വതമല്ല. അവയെല്ലാം ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന പുറത്തുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം നിങ്ങളുടെ സ്വന്തം സത്തയാണ്, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. നിങ്ങൾക്കുള്ളിലിരിക്കുന്ന ആ നിഷ്കളങ്കനും ശാന്തനും ജീവൻ നിറഞ്ഞതുമായ കുഞ്ഞാണ്. പക്ഷേ സങ്കടകരമായ കാര്യമെന്തെന്നാൽ മറ്റുള്ളവരുടെ തിന്മ, മറ്റുള്ളവരുടെ വിമർശനം, മറ്റുള്ളവരുടെ വെറുപ്പ് എന്നിവയിൽ പറ്റിപ്പിടിച്ച് ആ നിഷ്കളങ്കമായ സ്വത്വത്തെ നമ്മൾ ഓരോ ദിവസവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ വന്ന് മാലിന്യം തള്ളിയാൽ അത് നിങ്ങളുടെ ലിവിംഗ് റൂമിൽ അലങ്കരിച്ചു വെക്കുന്നത് ബുദ്ധിപരമാണോ? അല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് അതാണ്. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും മോശമായി പറയുന്നു, ആ മോശം വാക്കുകൾ ഉള്ളിൽ മുഴങ്ങാൻ നമ്മൾ അനുവദിക്കുന്നു. ആരെങ്കിലും നമ്മളെ ചതിക്കുന്നു, ആ ചതി നമ്മുടെ ആത്മാഭിമാനത്തിലെ ഒരു കറയായി മാറാൻ നമ്മൾ അനുവദിക്കുന്നു. ക്രമേണ മറ്റുള്ളവരുടെ തിന്മ നമ്മുടെ സ്വത്വത്തെ ദുർബലപ്പെടുത്തുന്നു. നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മറന്നു പോകുന്നു. പുറം ലോകം നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറമാണെന്ന് ഓർക്കുക. ആളുകൾ മോശക്കാരായും വഞ്ചകരായും കള്ളം പറയുന്നവരായും ഇരിക്കും. പക്ഷേ നിങ്ങൾക്കുള്ളിലെ ലോകം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ്. ആരെ ഉള്ളിൽ വിടണം, ആരെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും നിങ്ങളെ അധിക്ഷേപിക്കുകയും നിങ്ങളത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ ആ അധിക്ഷേപം വായുവിൽ തന്നെ നിൽക്കുന്നു. ആ ചിന്ത എത്ര ആഴമുള്ളതാണെന്ന് ആലോചിച്ചു നോക്കൂ. പ്രശ്നം അധിക്ഷേപമല്ല, അത് നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തോ ഇല്ലയോ എന്നതാണ്. ആരെങ്കിലും തീയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു ഉണങ്ങിയ വിറക് പോലെ നിന്നാൽ തീ നിങ്ങളെ കത്തിക്കും. എന്നാൽ നിങ്ങൾ ഒരു കല്ലായി മാറിയാൽ ആ തീ നിങ്ങളുടെ ചുറ്റും പടരുകയല്ലാതെ നിങ്ങളെ തൊടില്ല. നിങ്ങളുടെ ഉള്ളിലെ ഞാൻ, നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം കല്ലുപോലെ ഉറപ്പുള്ളതായിരിക്കണം. നിങ്ങളുടെ നിഷ്കളങ്കതയെ, നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ സംരക്ഷിക്കണം. കാരണം അതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. ഇപ്പോൾ നിങ്ങൾ ഈ സ്വത്വത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ആലോചിക്കുന്നുണ്ടാകും. ഉത്തരം ലളിതമാണ്. മറ്റുള്ളവരുടെ ഇരുട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഊർജം പാഴാക്കരുത്. ആ തിന്മ അവരുടെ രോഗമാണ്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്കുള്ളിൽ പ്രകാശം തെളിയിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ആരെങ്കിലും നിങ്ങളെ ചതിച്ചാൽ അവരുടെ ചതി, അവരുടെ വളർത്തൽ, അവരുടെ ബോധം, അവരുടെ ബലഹീനത എന്നിവയുടെ ഫലമാണെന്ന് കരുതുക. അവരുടെ സത്യം നിങ്ങളുടെ മുറിവുകളിൽ നിന്നല്ല, അവരുടെ മുറിവുകളിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആത്മാവിനെ ആ വിഷം കൊണ്ട് നിറയ്ക്കുന്നത്? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കണം. കാരണം ഈ ഞാൻ നിങ്ങളുടെ യഥാർത്ഥ കുഞ്ഞാണ്. അത് കരയുന്നു, തകർന്നു പോകുന്നു. അത് മരിച്ചാൽ നിങ്ങൾക്ക് മറ്റൊന്നും ബാക്കിയുണ്ടാക്കില്ല. ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നിങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. ലോകത്തിൻ്റെ ഇരുട്ട് നിങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ഇത് പഠിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ പുറത്ത് എത്ര വലിയ തിന്മയുണ്ടെങ്കിലും അത് നിങ്ങളെ തൊടില്ല. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ പേശികളല്ല, പണമല്ല,
ബന്ധങ്ങളല്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ ശ്രദ്ധയാണ്. ചിതറിക്കിടക്കുന്ന സൂര്യപ്രകാശം വെളിച്ചം മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ അതേ പ്രകാശം ഒരു ലെൻസിലൂടെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചാൽ അത് തീ കൊളുത്തും. അതുപോലെ ഒരാളുടെ ശ്രദ്ധ ചിതറിപ്പോകുമ്പോൾ അത് തളർച്ച മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ അത് കേന്ദ്രീകരിച്ചാൽ അത് മലകളെപ്പോലും മാറ്റാൻ കഴിയും. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരാളുടെ തിന്മയിലും വഞ്ചനയിലും അധിക്ഷേപത്തിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ ഊർജം മുഴുവൻ അവിടെ പാഴായിപ്പോകും. നിങ്ങളുടെ മനസ്സ് അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ നിങ്ങൾ തന്നെ ആ തിന്മയുടെ നിഴലായി മാറും. ഓർക്കുക, നിങ്ങളുടെ ശ്രദ്ധ എവിടെ പോകുന്നുവോ ജീവിതം അങ്ങനെയായി മാറുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഒരു പൂവിലാണെങ്കിൽ നിങ്ങൾ സുഗന്ധം അനുഭവിക്കും. നിങ്ങളുടെ ശ്രദ്ധ പ്രകാശത്തിലാണെങ്കിൽ നിങ്ങൾക്കുള്ളിൽ പ്രകാശം അനുഭവിക്കും. നിങ്ങളുടെ ശ്രദ്ധ ഒരു മുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും. നിങ്ങളുടെ ശ്രദ്ധ ഇരുട്ടിലാണെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഇരുട്ട് നിറയും. അത് നിങ്ങൾ ഏത് വശത്തേക്ക് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. 2 പുരുഷന്മാർ ഒരു ചന്തയിലൂടെ നടന്നു പോകുന്നു. ഒരാൾ റോഡിൽ കിടക്കുന്ന മാലിന്യം കാണുന്നു. അയാൾ പറയുന്നു, എന്തൊരു വൃത്തികെട്ട റോഡ്, എന്തൊരു ദുർഗന്ധമുള്ള നഗരം. മറ്റൊരാൾ റോഡരികിൽ വിരിയുന്ന പൂവിനെ കാണുന്നു. അയാൾ പറയുന്നു, ആഹാ, എത്ര മനോഹരമായ സുഗന്ധം, എത്ര മനോഹരമായ സൂര്യപ്രകാശം. 2 പേരും ഒരേ സ്ഥലത്തു കൂടിയാണ് കടന്നുപോയത്. പക്ഷേ അവരുടെ ജീവിതാനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്താണ് വ്യത്യാസം? അവരുടെ ശ്രദ്ധയിൽ മാത്രം. ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങളെ ചുറ്റിപ്പറ്റി എല്ലാമുണ്ട്. നന്മ, തിന്മ, വെളിച്ചം, ഇരുട്ട്, സ്നേഹം, വെറുപ്പ്. എന്നാൽ നിങ്ങൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചവരുടെ തിന്മയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ ക്രമേണ അവരെപ്പോലെ തന്നെ ആയിത്തീരും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങളുടെ ആത്മാവിൻ്റെ നന്മയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഊർജം ക്രമേണ നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് വലിയ മനുഷ്യർ മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ ഒരിക്കലും ശ്രദ്ധിക്കാത്തത്. അവരുടെ ശ്രദ്ധ വളരെ വിലപ്പെട്ടതാണെന്ന് അവർക്കറിയാം. വിലപ്പെട്ടത് ഒരിക്കലും ആവശ്യമില്ലാതെ പാഴാക്കില്ല. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു വൈരക്കല്ലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു അഴുക്കുചാലിൽ എറിയുമോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ വൈരക്കല്ലിനേക്കാൾ വിലപ്പെട്ട നിങ്ങളുടെ ശ്രദ്ധയെ എന്തിനാണ് മറ്റുള്ളവരുടെ അഴുക്കിലേക്ക് എറിയുന്നത്? നിങ്ങളുടെ ഈ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ ആത്മീയ സാധന, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിവയിലാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ തിന്മയിലാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഓർക്കുക, ശ്രദ്ധ ഒരു വ്യക്തിയെ ദൈവമാക്കി മാറ്റുന്നു. അതേ ശ്രദ്ധ തെറ്റായ ദിശയിലേക്ക് പോയാൽ അത് ഒരു വ്യക്തിയെ മൃഗതുല്യമായ അവസ്ഥയിലേക്ക് താഴ്ത്തും. അതുകൊണ്ട് ഇപ്പോൾ തീരുമാനിക്കൂ, നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരിക്കും? മറ്റുള്ളവരുടെ തിന്മയിലോ അതോ നിങ്ങളുടെ ആത്മാവിൻ്റെ നന്മയിലോ? നിന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണ്? പണമോ, ഒരു സുഹൃത്തോ ബന്ധുവോ, അതോ ഒരു വീടോ, കാറോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ? അല്ല, ഏറ്റവും വിലപ്പെട്ട കാര്യം സമയമാണ്. സമയമാണ് ജീവിതം. ഓരോ നിമിഷവും ഓരോ മിനിറ്റും നിങ്ങളെ മരണത്തിലേക്ക് അടുപ്പിക്കുന്നു. അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ ആളുകൾ ഈ സമയത്തെ ഏറ്റവും വില കുറഞ്ഞ വസ്തുവായി പാഴാക്കുന്നു എന്നതാണ്. ആരെങ്കിലും നിങ്ങളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയാൽ നിങ്ങൾ വഴക്കിടും. ആരെങ്കിലും നിങ്ങളുടെ പണം തട്ടിയാൽ നിങ്ങൾ പോലീസിനെ വിളിക്കും. എന്നാൽ ആരെങ്കിലും നിങ്ങളുടെ സമയം മോഷ്ടിച്ചാൽ, അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളെ കുടുക്കിയാൽ, നിങ്ങളുടെ മനസ്സിനെ ദേഷ്യത്തിലും വെറുപ്പിലും മുക്കിക്കളഞ്ഞാൽ നിങ്ങളത് ശാന്തമായി അവർക്ക് വിട്ടു നൽകുന്നു.
ഇത് വിഡ്ഢിത്തമല്ലേ? മറ്റുള്ളവരുടെ മോശം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ സമയവും നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും പഠനത്തിനും വളർച്ചയ്ക്കും വേണ്ടി നിങ്ങൾ ചിലവഴിക്കേണ്ട നിമിഷങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് നിങ്ങൾ നൽകിക്കഴിഞ്ഞു. ഇതൊരു കള്ളൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വൈരക്കല്ലുകൾ മോഷ്ടിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ സമയം നിങ്ങളുടെ വിലപ്പെട്ട രത്നമാണ്. അത് വെറുതെ പാഴാക്കരുത്. മറ്റൊരു ആഴത്തിലുള്ള സത്യം കേൾക്കൂ. നിങ്ങൾ സമയം പാഴാക്കുന്ന വ്യക്തികൾ നിങ്ങളെ ഓർക്കില്ല. അവർ അവരുടെ ജീവിതത്തിൽ തിരക്കിലാണ്. നിങ്ങൾ അവരുടെ പേരിൽ വിലപ്പെട്ട മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളും പാഴാക്കുന്നു. ഇത് ഏറ്റവും വലിയ വഞ്ചനയല്ലേ? ബുദ്ധിമാനായ ഒരാൾ തൻ്റെ സമയത്തിൻ്റെ യജമാനനായി മാറുന്നു. തൻ്റെ ഊർജം എവിടെ ചെലവഴിക്കണം, എന്തിനെ അവഗണിക്കണം എന്ന് അവർക്കറിയാം. കാരണം ഓരോ മിനിറ്റും അവരുടെ നിക്ഷേപമാണ്. ഓർക്കുക, പകരം വീട്ടാനുള്ള ഏറ്റവും മനോഹരമായ വഴി നിങ്ങളുടെ സമയം ബുദ്ധിപൂർവം ഉപയോഗിച്ച് അവരുടെ മോശം പ്രവൃത്തികൾക്ക് നിങ്ങളെ തൊടാൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുക എന്നതാണ്. ആരെങ്കിലും നിങ്ങളെ അധിക്ഷേപിച്ചുവെന്ന് കരുതുക. നിങ്ങൾ ആ അധിക്ഷേപത്തെ ഉള്ളിലേക്കെടുത്താൽ മാത്രമേ അത് നിങ്ങളെ വേദനിപ്പിക്കൂ. അല്ലെങ്കിൽ അത് നിലത്തു വീണ് ഉടഞ്ഞു പോകും. നിങ്ങളെ വേദനിപ്പിക്കുന്നത് ലോകമല്ല, നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രതികരണമാണ്. അധിക്ഷേപിക്കുന്നയാൾ തളരും, വഞ്ചകൻ സ്വന്തം കെണിയിൽ കുടുങ്ങും. എന്നാൽ നിങ്ങൾ ഒരു ആഴക്കടൽ പോലെ ശാന്തനായിരിക്കും. ഉപരിതലത്തിൽ തിരമാലകളുണ്ടാകാം, എന്നാൽ ആഴത്തിൽ എപ്പോഴും ശാന്തിയുണ്ടായിരിക്കും. ഇതാണ് യഥാർത്ഥ ശക്തി, ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ജീവിതം ചെറുതാണ്. ഈ ചെറിയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരേ ഒരു ഉത്തരവാദിത്തമേയുള്ളൂ: നിങ്ങളെ സംരക്ഷിക്കുക, നിങ്ങളെ മനോഹരമാക്കുക. അവർ മോശക്കാരനാണോ? അത് അവരുടെ കഥ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നു, അതാണ് നിങ്ങളുടെ കഥ. മറ്റുള്ളവരുടെ അഴുക്കുകൾ പുറത്തുവിട്ട് നിങ്ങളുടെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ കഥ മനോഹരമാകുന്നത്. ഓർക്കുക, അവസാനം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റുള്ളവരുടെ തിന്മയിൽ നിങ്ങളുടെ ജീവിതം പാഴാക്കിയതിൽ ഖേദിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തം വെളിച്ചത്തിൽ ജീവിച്ചു എന്ന് നിങ്ങൾക്ക് അഭിമാനം തോന്നണം. അവർ മോശക്കാരനാണ്, അത് അവരുടെ കഥ. നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു, അതാണ് നിങ്ങളുടെ വിജയം, അതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം.